നമസ്കാരം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം രഞ്ജി ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ നായകനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ മടങ്ങിവരവ് ദുരന്തത്തിൽ കലാശിച്ചിരിക്കുകയാണ്. രോഹിത്തിനൊപ്പം ടെസ്റ്റിൽ ഇന്ത്യയുടെ ടോപ്പ് 3-യിലെ മറ്റ് ബാറ്റർമാരായ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗില്ല എന്നിവരും രഞ്ജിയിലേക്കുള്ള തിരിച്ചുവരവിൽ നിരാശപ്പെടുത്തുകയായിരുന്നു. മറ്റ് രണ്ടുപേരെ അപേക്ഷിച്ച് രോഹിത്തിനായിരുന്നു ഈ മത്സരം ഏറെ നിർണായകം. വഴിമുട്ടി നിൽക്കുന്ന തന്റെ അന്താരാഷ്ട്ര കരിയർ തിരിച്ചുപിടിക്കാൻ രഞ്ജിയിൽ തിളങ്ങേണ്ടത് ഹിറ്റ്മാന് അനിവാര്യമായിരുന്നു. പക്ഷേ ജമ്മു കാശ്മീരുമായുള്ള മത്സരത്തിൽ മുംബൈക്കായി ഓപ്പണിംഗിന് ഇറങ്ങിയ രോഹിത് ഒറ്റയക്ക സ്കോറിന് പുറത്താവുകയായിരുന്നു. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ബാറ്റ് ചെയ്ത ജയ്സ്വാളിനും ഒറ്റയക്ക സ്കോറിനാണ് ക്രീസ് വിടേണ്ടി വന്നത്. എന്നാൽ പഞ്ചാബിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഗിൽ ഒറ്റയക്ക സ്കോറിന് പുറത്തായത്. ICC ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കവേ രോഹിത്തിന്റെ പരിതാപകരമായ ഈ ഫോം ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ക്രിക്കറ്റ് നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് രോഹിത്തിനെതിരാണ് കാര്യങ്ങൾ. ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലാണ് രോഹിത് ശർമ്മ കളിച്ചത്. സ്ട്രൈക്കർ റൊട്ടേറ്റ് പോലും ചെയ്യാൻ കഴിയാതെ അവിടെ തപ്പിത്തടങ്ങിയ അദ്ദേഹം ഈ അവസ്ഥയിൽ നിന്നും ഒട്ടും തന്നെ മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് രഞ്ജി ട്രോഫിയിലെ പ്രകടനം തെളിയിക്കുന്നത്. 19 പന്തുകൾ നേരിട്ട ശേഷവും വെറും 3 റൺസ് മാത്രം എടുത്താണ് അദ്ദേഹം പുറത്താകുന്നത്. ഉമർ നസീറിന്റെ ബൗളിംഗിൽ PK ഡോഗ്രയ്ക്ക് ക്യാച്ച് നൽകിയാണ് രോഹിത്തിന്റെ മടക്കം. ഓസീസുമായുള്ള കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 5 മത്സരങ്ങളുടെ പരമ്പര 1-3 കൈവിടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ്. ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെ 3 ടെസ്റ്റുകളിൽ നിന്നും രോഹിത്തിന് നേടാനായത് വെറും 31 റൺസ് മാത്രം. ഒടുവിൽ സിഡ്നിയിലെ അവസാന ടെസ്റ്റിൽ അദ്ദേഹം പ്ലേയിങ് ലെവലിൽ നിന്നും സ്വയം മാറി നിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നിൽ സെലക്ടർമാരുടെയും മറ്റുള്ളവരുടെയും പ്രഷർ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. രഞ്ജി ട്രോഫിയിൽ ജമ്മു കാശ്മീരുമായുള്ള മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി ഓപ്പണറായി എത്തിയ ജയ്സ്വാളിന് 4 റൺസാണ് സ്കോർ ചെയ്യാനായത്. 8 പന്തുകളിൽ നിന്ന് ഒരു 4 അടക്കമാണത്. ആക്വിബ് നബിയുടെ ബൗളിംഗിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയാണ് താരം പുറത്തായത്. പക്ഷെ ജയ്സ്വാളിന്റെ ഈ ഒരു പ്രകടനം ഇന്ത്യയെ അത്ര അലട്ടിയിട്ടില്ല. കാരണം നിലവിലെ ഇന്ത്യൻ താരങ്ങളിൽ നാട്ടിലും പുറത്തുമെല്ലാം ഒരുപോലെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് ജയ്സ്വാൾ. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങളിൽ പോലും നിറം മങ്ങിയാലും ജയ്സ്വാളിന്റെ സീറ്റ് സേഫാണ്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു ജയ്സ്വാൾ. മുംബൈക്കായി ആദ്യ ഇന്നിംഗ്സിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ വലിയൊരു ഇന്നിംഗ്സുമായി ജയ്സ്വാളിന് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം രോഹിത് ശർമ്മയെ പോലെ രഞ്ജിയിൽ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനം ഇന്ത്യയെ ആശങ്കയിലാക്കുന്നതാണ്. ഉത്തർപ്രദേശുമായുള്ള മത്സരത്തിലാണ് പഞ്ചാബ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ഫ്ലോപ്പായി മാറിയത്. 8 പന്തിൽ ഒരു 4 അടക്കം 4 റൺസ് എടുത്ത് ഗില്ല് ക്രീസ് വിടുകയായിരുന്നു. അഭിലാഷ് ഷെട്ടിക്കാണ് വിക്കറ്റ് കിട്ടിയത്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിലും ടെസ്റ്റ് പരമ്പരയിൽ ഗില്ല് നിറമങ്ങി നിന്നിരുന്നു. ഇതേ തുടർന്ന് ഒരു മത്സരത്തിൽ താരത്തെ പുറത്തിരുത്തുകയും ചെയ്തു. എന്തായാലും രോഹിത്തിന്റെ ഈ ഒരു ഫോം ഔട്ട് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ പോലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ വരുന്ന മത്സരങ്ങളെ എങ്ങനെ രോഹിത് നേരിടും എന്നതും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് യുവതാരങ്ങളെല്ലാം രോഹിത് മാറിയാൽ ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ ക്യൂ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ.